അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ നമ്മളുടെ ലേഹ്യം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കുറേ മരുന്നുകളെ പരിചയപ്പെടുത്തുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ കാഴ്ചകൾ. അതായത് എനിക്ക് സുഖമായിട്ട് എവിടെയെങ്കിലും മാറിയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് മക്കളോടൊപ്പം പോയി സുന്ദരമായിട്ട് ജീവിക്കാം. അതെല്ലാം നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാം. പക്ഷേ നമ്മൾ ഓടി നടക്കുന്ന ആരോഗ്യമുള്ള ആ സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു ഉന്മേഷവും ഒരു ഉണർവും നമ്മുടെ ജീവിതത്തിനൊരു ഒരു എന്താ പറയുന്ന ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ ആവുമ്പോൾ നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥം ഉണ്ടാവും. അതുപോലെ ഓരോ സ്ത്രീകളും ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്റ്റീവായിട്ട് ചെയ്ത് നമ്മളുടെ സമയം വെറുതെ കളയാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പതിവ് പോലെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. മക്കളൊക്കെ വരാറായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കുറേ ബാച്ചുകൾ തീർക്കാനായിട്ട് ഒരുങ്ങുകയാണ്. കാരണം പിന്നീട് അവർ വന്നു പോയതിന് ശേഷം മാത്രമേ ഇനി നമ്മൾ ലേഹ്യത്തിന്റെ പരിപാടിയിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പെട്ടെന്ന് ഓരോരോ ബാച്ചുകൾ തീർക്കുകയാണ്. മരുന്നുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാ മേഖലയിലും പ്ലാസ്റ്റിക്കിന്റെ ഒരു ആധിപത്യമാണല്ലേ. പക്ഷെ നമ്മുടെ അങ്ങാടി മരുന്ന് കടകളിൽ എല്ലാ സാധനങ്ങളും ഒരു പണ്ട് കാലത്തെ കൂട്ട് തന്നെ പൊതിഞ്ഞ് അല്ലെങ്കിൽ പേപ്പറിൻ്റെ അകത്ത് ചണനൂലിട്ട് കെട്ടിയൊക്കെയാണ് തരുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ 64 കൂട്ടം അങ്ങാടി മരുന്നുകൾ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ പൊതികളിലും ഓരോരോ മരുന്നുകളാണ്. നിങ്ങളെ ഇതിൽ കാണിക്കാത്ത ചില മരുന്ന് കൂട്ടുകളും ഉണ്ട്. അത് നമുക്ക് പറ്റത്തില്ലല്ലോ. ഓരോ ഇതിനും ചില കൂട്ടുകളൊക്കെ ഉണ്ടല്ലോ, കാണിക്കാൻ നമ്മൾ മറ്റൊരാളിന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കുറച്ച് കൂട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് മാത്രമേ കൈമാറത്തുള്ളൂ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇത്. ഇത് നല്ലതുപോലെ തഴക്കവും പഴക്കവും വന്ന് അതുപോലെ തന്നെ നല്ല അതിന് പാകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഒരാളിന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു പാകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പിഴവ് വന്നാൽ തീർന്നു. അപ്പൊ അതുകൊണ്ട് നല്ലതുപോലെ അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞു തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത്രമാത്രം മരുന്നുകൾ എടുത്ത് തരുന്ന മിക്ക കടകളിലും ചെന്നാൽ ആർക്കും അറിയില്ല, സത്യം പറഞ്ഞാൽ. അതായത് മിക്ക കടകളിലും 32 മരുന്നുകളിൽ കൂടുതൽ എടുത്തു തരാൻ അവർക്ക് അറിയില്ല. പക്ഷെ ആ സ്ഥലത്ത് നമുക്കറിയാവുന്നതുപോലെ ഗോഡൌണിൽ കയറിയിട്ട് ഇന്ന മരുന്നുകളാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ എടുത്തിട്ടാണ് ഞങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ തന്നെ ഒരുപാട് മരുന്നുകൾ ഒരേ പേര് പോലെ വരുന്നുണ്ട്. കടുക്കയും കുരുവില്ലാ കടുക്കയും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അരത്തയുണ്ട്, ചിത്തരത്തയുണ്ട്, മേരുണ്ട്, മഹാമേരുണ്ട്. അങ്ങനെ പല 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 മരുന്നുകളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരേ പേര് പോലെ തോന്നുമെങ്കിലും ഒരു എന്താ പറയുന്നത്, ഒരേ ഒരു കുടുംബത്തിലെ ആൾക്കാർ തന്നെയാണ് കേട്ടോ. ചേർക്കുരു, ചാഞ്ചല്യം, കാർഗോലരി, ക്ഷീരകാർഗോലി, ഇടംബിരി, വലംബിരി, പുരാവൃക്ഷ, അന്നമേരി, പഞ്ചമം പഴുക്ക, ചെറുപുന്നേരി, മക്കിപ്പൂ, അക്കിരക്കല്ല്, തവർക്കാരം, എന്താ പറയുന്ന അഞ്ജനം, അന്നമേരി, പഞ്ചമം പഴുക്ക, അങ്ങനെ ഒരുപാട് ജാതിപത്രി. ഇതേ 2 കളറുണ്ട് കണ്ട, മഞ്ഞയുണ്ട് ചുവപ്പുണ്ട്. എല്ലാ മരുന്നുകളും നല്ലതുപോലെ പാറ്റി പെറുക്കി വൃത്തിയാക്കി ഇതിൽ എന്തെങ്കിലും ഒരു പൊട്ടോ പൊടിയോ അഴുക്കോ അല്ലെങ്കിൽ ഇത് കല്ലോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി നല്ലതുപോലെ ഉണക്കിയിട്ട് പൊടിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ നല്ല ഉണക്കിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് പൊടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉമക്കുട്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെട്ടുമരുന്നുകളൊക്കെ ഇടിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസമേ നമ്മൾ രാത്രിയിൽ ഇതെല്ലാം നമ്മുടെ അരി കഴുകുന്ന കാടിക്കകത്താണ് വെട്ടുമരുന്നുകളെല്ലാം ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് വെക്കും. ചതാവേലി ഉമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തി വരുന്നെല്ലാം ഇടിച്ച് പിഴിഞ്ഞോളൂ. അതൊന്നും നമ്മളുടെ സെക്ഷനേ അല്ല. അതുകൊണ്ട് അതൊക്കെ അവരൊക്കെ ചെയ്തോളൂ. പിന്നെ ഇതെല്ലാം പാറ്റി പെറുക്കി എടുക്കുക എന്ന് പറയുമ്പം ആ ജോലിക്ക് പോയപ്പം നമ്മൾ അനങ്ങാതെ നോക്കിയിരിക്കാൻ എനിക്ക് പറ്റില്ല. അത് തന്നെയല്ല, നമ്മളിങ്ങനെ വെറുതെ അനങ്ങാതെ ഫുഡും കഴിച്ചിങ്ങനെ അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പല പല അസുഖങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ നമുക്ക് നല്ലതായിട്ടൊരു എക്സസൈസും കൂടെ അല്ലേ ഇതൊക്കെ. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി പാറ്റി പെറുക്കി പൊട്ടും പൊടി വരെ പെറുക്കി എടുത്തിട്ട് നമ്മൾ വെയിലത്തേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ.
അപ്പോൾ ഇത്രയും മരുന്ന് കൂട്ടുകളൊന്നും ചേർത്തിട്ട് ഇന്നത്തെ കാലത്ത് ആരും ഇത്രയും എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ പിന്നെ മിഷ്യൻ്റെ അകത്തൊക്കെ ആയിരിക്കും വ്യാവസായികാടിസ്ഥാനത്തിൽ ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നത്. നമ്മളെപ്പോലുള്ള ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണിത്. അല്ലാതെ നമ്മൾ ഒരാൾ എൻ്റെ മിടുക്കോ ഒന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. ഈ 17-18 സെക്ഷനിലെ ആൾക്കാർക്കാണ് നമ്മൾ ഈ ഒരൊറ്റ ഒരു ഇത് കൊണ്ടിട്ട് അവർക്ക് ജോലി മനസ്സിലായോ. ഓരോ 10-17 വിഭാഗം ആൾക്കാർ നമ്മുടെ ഈ ഒരൊറ്റ ഒരിതുകൊണ്ട് അവർക്ക് അതിനുള്ള വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാൾ മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അഹോരാത്ര കഷ്ടപ്പാടെന്ന് തന്നെ പറയാം. ഒരു കൂട്ട് മരുന്ന് റെഡിയായി വരുമ്പോഴേക്കും ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്, ഒരുപാട് പ്രയത്നത്തിൻ്റെ ഫലമാണ്. അപ്പോൾ നമ്മളെല്ലാ മരുന്നുകളും നല്ലതുപോലെ പാറ്റി പെറുക്കിയെല്ലാം എടുക്കുകയാണ്. നല്ല ജീരകമാണ്, അതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തിരഞ്ഞെടുത്ത് തന്നെയാണ് ഓരോ സാധനങ്ങളും. ഓരോ കമ്പനികളുടെ സാധനങ്ങളുണ്ട്, അതിൽ തന്നെ 1-ാം തരം 2-ാം തരം 3-ാം തരം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലെല്ലാം നല്ലത് നോക്കി ക്വാളിറ്റി ഉള്ളത് നോക്കി മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്കിത് നിലനിന്ന് പോകണം. അതുപോലെ നമ്മുടെ വീട്ടിലെ ഒരാളിന് നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതേപോലെ തന്നെയാണ് നമ്മൾ അത്രമാത്രം. അല്ലാതെ ഇതൊരു ലാഭ ബിസിനസ്സാക്കി മാറ്റാനോ അതല്ല എങ്കിൽ പിന്നെ തട്ടിപ്പോ വെട്ടിപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ പിടിച്ച് നിൽക്കാനേ പറ്റത്തുള്ളൂ. ഇതങ്ങനെയല്ല. നമ്മളുടെ വീട്ടിലെ നമുക്കെങ്ങനെയാണോ ഇത് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ, അതിലൊരു മാറ്റവും ഒരണുകട അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെയാണ് അതെല്ലാ ചേരുവകളും ചേർത്ത് എല്ലാ പിന്നെ ഒരുപാട് കഷ്ടപ്പാടായാലും അത് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇത് കഴിക്കുന്ന ഓരോരുത്തർക്കും അതിൻ്റെ ഫലം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനിയിപ്പോൾ നമ്മൾ പിള്ളേർ വരുന്നത് കൊണ്ട് താൽക്കാലികമായിട്ടൊന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ടും ഒരുങ്ങുകയാണ്. കാരണം അവർ വന്നു പോയി കഴിഞ്ഞ് ഇനി എല്ലാ കാര്യങ്ങളും നടക്കില്ല. കാരണം മക്കൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഉത്സവ പ്രതീതിയാണ്. അപ്പോൾ പിന്നെ ഇതൊന്നും ഇതിൻ്റെ അകത്ത് നടക്കത്തില്ല. അതാ ഫസ്റ്റ് ക്വാളിറ്റി നമ്മുടെ അമുക്കുരമാണിത് കേട്ടോ. അമുക്കുരം ഇപ്പോൾ എല്ലാം ഈ കളർ കണ്ടോ, പണ്ട് അങ്ങനെയല്ല, നല്ല പാലിൻ്റെ കൂട്ട് നല്ല വെള്ള കളറായിരുന്നു. ഇപ്പം ഈ കളറിലാണ് വരുന്നത്, പക്ഷേ അതിന് അകവശം നല്ല വെള്ളയാണ്. ഇത് പാലിൽ പുഴുങ്ങി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പാലിൽ പുഴുങ്ങി ഉണക്കി ഈ നിഴലത്തൊക്കെ ഉണക്കിയിട്ട് പൊടിച്ച് പാലിൽ കലക്കി തരുമായിരുന്നു. ശരിക്കും പാലുണ്ടാകും. മുല കൊടുക്കുന്ന പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് നല്ലതാണ്. ഞാൻ ഒരുപാടത് കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വേണ്ട ഫസ്റ്റ് ക്വാളിറ്റി എന്നാൽ നല്ല അമുക്കുരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒടിച്ചാൽ ഒടിഞ്ഞ് കിട്ടും. അപ്പോൾ എല്ലാം നമ്മൾ പാറ്റി പെറുക്കി കട്ടയും കല്ലും എല്ലാം പെറുക്കി വൃത്തിയാക്കി വെയിലത്തോട്ടിടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ താൽക്കാലികമായിട്ടൊരു 2 മാസത്തേക്കൊന്ന് നിർത്തി വെക്കാനായിട്ട് ഒരുങ്ങുകയാണ് പെട്ടെന്ന്. അതുകൊണ്ടാണ് ബാക്കി ബാച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ടിരിക്കുന്നവർക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുത്ത് തീർക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ അതാ എല്ലാം നമ്മൾ മരുന്നുകളെല്ലാം ചാക്കിലേക്ക് മാറ്റുകയാണ്. പെട്ടി കണ്ട ഒരുക്കാനുള്ള ഇതിലാണ് പൊട്ടിച്ചത് അങ്ങോട്ട് എടുക്കുകയാണ്. നല്ല കലാപരമായിട്ട് അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ട് ഇനി ഇത് നിറയെ ഇങ്ങനെ അടുക്കി. ഇതാണ് ഒറിജിനൽ കരിപ്പട്ടിയാണ് കേട്ടോ, നമ്മുടെ റോയൽ കരിപ്പട്ടിയാണ്. പാം ജാഗിരി തിളക്കം കണ്ട. കരിപ്പട്ടിയൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് ഉണ്ട്. അതിൻ്റെ അകത്തോട്ടെല്ലാം അടുക്കി ഉണ്ട്. വലിയ കാര്യമാണ് ഉണ്ട് കരിപ്പട്ടി. ഇനി ഒരെണ്ണത്തിൽ കൂടെ റെഡിയാക്കണം. നാട്ടണ്ട കരിപ്പട്ടി ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ്. രാത്രിയിൽ തന്നെ നമ്മൾ നമ്മുടെ കോലരക്ക് തിളപ്പിച്ചു ഒരു ചരുവത്തിലേക്ക് പകർന്ന് മാറ്റി വെച്ചു. ഈ കോലരക്ക് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിനെ വർദ്ധിപ്പിക്കും. അതായത് വിളർച്ചയൊക്കെ മാറിയിട്ട് നല്ല രക്തപ്രസാദം ഉണ്ട്, HBയുടെ അളവ് കൂടും. അതുപോലെ തന്നെ നല്ല മുഖസൗന്ദര്യം ഉണ്ടാകും. പേശികൾക്ക് നല്ല ബലം തരും. നീർക്കെട്ടും നീർവീക്കവും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ മാറാൻ ഈ നമ്മുടെ കോലരക്ക് നല്ലതാണ്. കോലരക്ക് 3 തരം ഉണ്ടെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ചുവപ്പുണ്ട്, കറുപ്പുണ്ട്, മഞ്ഞ നിറമുണ്ട്. അതില് മഞ്ഞക്കാണ് ഏറ്റവും വിലയുള്ളത്. നമുക്ക് കിട്ടില്ല. മുഖസൗന്ദര്യത്തിന് പാക്കായിട്ട് നമുക്ക് ഈ പിന്നെ നമ്മുടെ
കോലരക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അടിപൊളിയാണ്. ഇതിന്റെ പദം മൊത്തം വെട്ടിക്കളയും നമ്മൾ. അടുത്തതും ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഭയങ്കര ചൂട്. രാവിലെ ആവുമ്പോഴേക്കും നല്ലതുപോലെ പാട അങ്ങോട്ട് വെട്ടി മാറ്റിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് പാല് പോലെ അരച്ച് കുറേശ്ശെ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് അരച്ച് വെച്ചു, ബാക്കി ഉമ്മക്കുട്ടി വന്ന് ബാക്കി അരച്ചോളും. രാവിലെ നമ്മുടെ പണിപ്പുരയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കരിപ്പട്ടിയുടെ പത മൊത്തം വെട്ടിയെടുക്കാൻ പോവുകയാണേ. ഇതവർ കുമ്മായമൊക്കെ ഇടുന്നതാണ് ഇത് ഉണ്ടാക്കുന്ന സമയത്തെ. അപ്പോൾ ആ കുമ്മായവും അഴുക്കുകളും ഒക്കെയാണ് മൊത്തവും എടുത്ത് കളഞ്ഞിട്ട് കണ്ട മുഴുവനും എടുത്ത് നല്ല വൃത്തിയായിട്ട് 2-3 ട്രിപ്പ് അരിക്കും. കാരണം ഇതിൻ്റെ അകത്തങ്ങ് ഒരല്പം പോലും മണൽത്തരി പോലെ വരരുതല്ലോ. അടിക്ക് മണൽ കാണുമല്ലോ, നമ്മളറിയില്ല. പിന്നെ നമ്മുടെ മരുന്നുകൾ, ഒരുപാട് മരുന്നുകൾ ഇതിൻ്റെ അകത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പം അതിൽ ചില മരുന്നുകൾ തേറ്റാമ്പരൽ എന്നൊക്കെ പറഞ്ഞ മരുന്ന് ഭയങ്കരമായിട്ട് പുറം ചട്ട ഭയങ്കര കട്ടിയുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പൊടിച്ചാലും അതിൻ്റെ ഒരു മണൽത്തരി പോലെ, നമ്മൾ ഇപ്പോൾ ലേഹ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചവച്ചല്ല തിന്നുന്നത്, ഇങ്ങനെ വായിലിട്ട് അലിച്ച് ഇറക്കുകയാണ്, അല്ലെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ പല്ല് വെച്ചിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പം ഇങ്ങനെ നമുക്ക് തോന്നും. അത് മൊത്തം നമ്മുടെ തേറ്റാമ്പരൽ പോലുള്ള ഒരുപാട് കട്ടിയുള്ള പുറന്തോടുള്ള മരുന്നുകൾ പൊടിച്ച് ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ഇടഞ്ഞെടുത്താൽ, അതായത് അരിച്ചെടുത്തിരുന്നാൽ തന്നെ അത് പോകത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതെല്ലാം ഇങ്ങനെ കോരിയെടുക്കട്ടെ. പാത്രത്തിലേക്ക് നമ്മുടെ കോലരക്ക് വെള്ളമാണ്. ഇതെല്ലാം കോലരക്ക് തിളപ്പിക്കുന്ന കലവാണ്, അതിൻ്റെ കറ പോകില്ല കേട്ടോ. ഇത് അടുപ്പിലിട്ട് ചുട്ടാൽ പോലും അത് പോകില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ രാവിലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് എന്താ, ഇനി ഒരു ഇതും കൂടെ ഉണ്ട് കണ്ടോ. ഇത് മൊത്തം എടുത്തിട്ട് ഇത് അരിച്ച് മാറ്റിയിട്ട് മറ്റേതെടുക്കും, അങ്ങനെയാണ്. അപ്പം നമ്മുടെ മരുന്നെല്ലാം പൊടിച്ചുകൊണ്ട് വന്നത് നല്ലതുപോലെ ഒന്ന് അരിച്ച്, അതായത് ഇടഞ്ഞെടുക്കുക. ഞങ്ങൾ ഇവിടെ പറയുന്നത് ഇടഞ്ഞെടുക്കുക എന്നാണ്, മറ്റുള്ള സ്ഥലത്ത് പറയും അരിച്ചെടുക്കുക എന്ന്. അങ്ങനെ ഒന്ന് അരിച്ചുകൂടി എടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ ഓരോ സംഭവങ്ങളും അരിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കോലരക്ക് തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതും അരിക്കും. കാരണം നമ്മൾ കിഴി കെട്ടിയിട്ടാണ് ഇത് തിളപ്പിക്കുന്നത് എങ്കിൽ പോലും തുണിയുടെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുകയും ചെയ്ത് തിളച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശരിക്കും കളർ ഇളകാൻ വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ ചാറ് മൊത്തം വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഒരു മുളം കുഴൽ വെച്ചിട്ട് കെട്ടിയിട്ടാണ്, തുണിക്കകത്ത് കിഴി കെട്ടിയിട്ടാണ് ഇത് തിളപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആ കാലത്തിലേക്ക് തന്നെ ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി അഥവാ ആ സമയത്ത് എങ്ങാണ് ഇതങ്ങ് ഉരുകി റെഡിയായിട്ടാണ് ഈ തുണിയുടെ ഇടയ്ക്കൂടെ എങ്ങാണ് ലീക്ക് ചെയ്ത് ഇതിൽ വീണാൽ പോലും നമ്മൾ അങ്ങനെ ഇത് വെള്ളത്തിനകത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അരിച്ചാണ് എടുക്കുന്നത്. കണ്ടോ, നല്ല രക്തം എടുത്തു വെച്ചിരിക്കുന്നതല്ലേ, ബീട്രൂട്ടൊക്കെ ചാറെടുത്ത് വെച്ചിരിക്കുന്ന പോലെ ഇല്ലേ. ഇത് പല സമയത്ത് നമുക്ക് നല്ല ഡാർക്ക് കളറിലുള്ളതും കിട്ടും, ചില സമയത്ത് കിട്ടുന്ന ഒരുപാട് കളർ കാണത്തില്ല, പക്ഷെ അതിന്റെ ഗുണം അതുപോലെ കാണും കേട്ടോ. പിന്നെ നമ്മൾ ഈ വെള്ളമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ചേർക്കുന്ന സംഭവം. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ്. നല്ല വിലയാണ് നമ്മുടെ കോലരക്കിന്, അതൊക്കെ പ്രത്യേകം പറയാം. അപ്പൊ നമ്മൾ വേണ്ട കോലരക്കിന്റെ വെള്ളവും കരിപ്പട്ടിയും അങ്ങനെ ഓരോന്ന് അരിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നമ്മുടെ ഉമ്മക്കുട്ടി ഇപ്പം മോനില്ലാത്തത് കൊണ്ട്, മോന് സുഖമില്ലാതെ കിടക്കുകയല്ലേ, അപ്പൊ അതുകൊണ്ട് ഓട്ടോയ്ക്കൊന്നും പുള്ളിക്കാരത്തി ഇപ്പൊ പൈസ കളയത്തില്ല. ഞങ്ങൾ സെപ്പറേറ്റ് ഓട്ടോക്കകത്ത് വരാൻ വേണ്ടിയിട്ട് പൈസയും കൊടുത്താ വിടുന്നത്. എന്നാലും പുള്ളിക്കാരത്തി ഇപ്പം നടന്നാണ് വരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നൊരു 2-3 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോഴേക്കും നടന്നിങ്ങെത്തണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി താമസിക്കുന്നത്. ഇപ്പൊ ഒരു 6:30 മണി ആയിട്ടേ ഉള്ളൂ, അധികം സമയമൊന്നും ആയിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മളിവിടെ ഏകദേശം എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. രാജനും അച്ചായനും ഒക്കെ വന്നിട്ടുണ്ട്. അവർ ഉരുളി കഴുകലും അടുപ്പ് റെഡിയാക്കലും പറമ്പ് വൃത്തിയാക്കലും ഒക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പിന്നെ പൊടിച്ചു കൊണ്ടുവന്ന പൊടി എല്ലാം ഒന്ന് അതിൻ്റെ
പാകത്തിനൊന്ന് കലക്കിയെടുക്കണം. കലക്കിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു 3-4 മണിക്കൂറത്തെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ ഉമ്മ റെഡിയാക്കും, കുറച്ച് രായൻ, എല്ലാവരും കൂടി ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു പണിയാണ്. അല്ലാതെ ഇത് ഒരാളെ കൊണ്ട് മാത്രം ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ജോലിയേ അല്ല. ഒരാളിന് ഒരിക്കലും ഇതൊന്നും നടന്നു പോകത്തില്ല. നല്ല ക്ഷമയോടെ ആസ്വദിച്ചിരുന്ന് ചെയ്യുകയാണെങ്കിൽ സമയം പോകുന്നതും അറിയത്തില്ല. ഞാനാണെങ്കിൽ പാട്ട് 80കളിൽ 90കളിലെയൊക്കെ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഓരോ ജോലികളും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം പോകുന്നതും അറിയത്തില്ല, ജോലിയും നന്നായിട്ട് നടക്കും. നമ്മളങ്ങ് ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയോടും നമുക്കൊരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുന്ന ഒരു സന്തോഷത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ഭാരമായിട്ട് തോന്നത്തതേ ഇല്ല. നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും നാശം പിടിക്കാൻ ഇതിങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, നമ്മൾ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിലാണ് നമുക്കതൊരു ബുദ്ധിമുട്ടും പ്രയാസവും അല്ലെങ്കിൽ വല്ലാത്തൊരു ഇതാണ് അല്ലേ. അതേ സമയത്ത് നമ്മൾ വളരെ നമുക്ക് വേണ്ടിയിട്ടാണിത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇപ്പോൾ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഭർത്താവിനോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സോടുകൂടിയല്ലേ, സന്തോഷത്തോടു കൂടിയല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് ഇത്. എൻ്റെ ഇത് കഴിക്കുന്ന ഓരോരുത്തർക്കും ഇതിൻ്റെ ഫലം ഉണ്ടാകണം, ഇത് നന്നായിട്ടിത് അവർക്ക് ഇഷ്ടപ്പെടണം, അത് അവർക്ക് നല്ല എന്താ പറയുന്ന ഓരോ അസുഖങ്ങൾക്കും ഇത് ഫലപ്രദമാകണം എന്ന് മാത്രം ഒരു ചിന്ത നമ്മുടെ തലച്ചോറിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ തന്നെ തോന്നും. അപ്പോൾ നമ്മൾ ഏത് ജോലിയായാലും നമ്മൾ ചെയ്യുന്ന ആ ജോലിയോട് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക. അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അത് ഇതെന്നല്ല, ഏതൊരു ജോലി. അപ്പോൾ അതാ നമ്മൾ കുറേശ്ശെ നമ്മൾ ഒന്ന് അത് കെട്ടാതെ കലക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേണ്ട, രാവിലെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ തങ്കമ്മേ. നടന്നാണോ വന്നേ? ആ പോരെ, ആ റൂമിലോട്ട് കയറിക്കോ, അപ്പുറത്തെ റൂമിലോ. ഡ്രസ്സൊക്കെ മാറുമോ? ആദ്യം നല്ല സ്മൂത്തായിട്ട് പോയില്ലേ ആ സംഭവം, ലാസ്റ്റ് ആകുമ്പോൾ വേണ്ട, ഭയങ്കര കട്ടിയാണ്. ഇത് കെട്ടാതെ ഇത് കലക്കണം, മനസ്സിലായോ? ഒന്ന് ആലോചിച്ച്, പണ്ട് കാലത്ത് കൈ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കൈയുടെ തോള് പറയും ഉണ്ടോ. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂണും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൈയുടെ കൊണ്ട് ഇളക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഉമ്മക്കുട്ടി എത്തിയിട്ടുണ്ട്, മൈക്ക് ലൂക്കിന് കൈമാറാം. എന്നാൽ പിന്നെ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ, ഒരു പാത്രത്തിൽ കിടക്കാൻ തുടങ്ങിയതല്ലോ, അപ്പോഴത്തേക്ക് എത്തി. കണ്ട ഭയങ്കര കട്ടിയായി. ഇനി നമ്മളിതിൻ്റെ അകത്തേക്ക് കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ആക്കി ഇട്ട് കൊടുക്കുന്നത്, നിരത്തി ഇട്ട് കൊടുക്കുന്നത്, എന്നാലും പിടിക്കും. പിന്നെ ആ കട്ട മൊത്തവും ഉടച്ച് റെഡിയാക്കി എടുക്കുകയാണ്. എന്താ ഇത്രയും മരുന്നുകൾ ചേർത്ത് ഇത്രയും കഷ്ടപ്പെട്ടൊന്നും മിഷ്യൻ്റെ അകത്തൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ സ്വന്തം കൈ വെച്ചിട്ടുണ്ടാക്കുന്നത്. കണ്ടോ, കട്ടിയാണ്. ഇനി അങ്ങോട്ട് കട്ടിയാ. ഞാൻ പുട്ടിന് പൊടി നനച്ച് വെച്ചിട്ടാണ് വന്നത്. ഉമ്മക്കുട്ടി തേങ്ങ തിരുമ്മി പുട്ട് പുഴുങ്ങാൻ പോവുകയാണേ. പോയി അപ്പുറത്ത് പോയി.
അതിപ്പോ കുഴപ്പമില്ല, അച്ഛൻ പറഞ്ഞല്ലോ. അല്ല എന്നാലും അച്ഛൻ ഇന്ന് എന്തായാലും മോൻ വന്ന് കണ്ടിട്ടല്ലേ പോകത്തുള്ളൂ. നമ്മുടെ അച്ഛനെ കണ്ടില്ല, നല്ല സുന്ദര കളയവരനായിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ല. ഇങ്ങോട്ട് തിരിഞ്ഞേ, ഇതാരിത്, സൽമാൻ ഖാനോ? ഓ എനിക്ക് വയ്യ. 3 സ്റ്റാർ ഹോട്ടൽ. ഉമ്മയെ നമ്മുടെ കോലരക്ക് വെള്ളം കൂടെ കുറച്ച് ഒഴിക്കാടാ. ഞാൻ പിടിക്കാതില്ല, കലവിഞ്ഞെടുക്ക്. ആ കലത്തില് കുറച്ച് വേണ്ടതേ അത്. ഞാൻ പിടിച്ചുതരാം, അയാൾ ഒഴി, അപ്പൊ എളുപ്പമാ. ആ മതിയടാ. ഞങ്ങളിതാ നമ്മുടെ ചിരട്ടപ്പുട്ടാണ്, ചിരട്ടപ്പുട്ട് കണ്ടാ. രാവിലെ നമ്മുടെ ഊമമോള് വന്ന് ചോറ് റെഡി. നേരം വെളുത്തതേ ഉള്ളേ. നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി. ഇതാണ്ട് നോക്ക്, ഇന്ന് ആരാന്ന് നോക്കിക്കയോ. ഇതെന്തോ നല്ല നീല കളറില് തിളങ്ങുന്നു ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരാളും എന്തായാലും ഭാഗ്യത്തിന് ഇവര് വരുന്നത് കൊണ്ട് ഇവിടെ ഇതും നടക്കുന്നുണ്ട്. ഉണ്ടാ ആ സമയത്തിന്, അല്ലേ എൻ്റെ പന്തികേട് വരും. നമ്മളിതാ ഇതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഗോദായിലേക്ക് ഇറങ്ങാനുള്ള സംഭവ സാമഗ്രികളാണ് ഈ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുണ്ട്, തീർന്നിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. രാവിലെ കപ്പ റെഡിയാക്കുക. കപ്പ കുഴയ്ക്കാനുള്ള ഇതാണ് ചുണ്ണാമ്പ് വാള, അതായത് തളയനെന്നാണ് ചിലയിടത്ത് പറയുന്നത്. തളയൻ. നമ്മുടെ കൂട്ട് ഇവിടെ റെഡിയായി, എല്ലാം കലക്കി വെച്ചിരിക്കുകയാണ്. കണ്ട നമ്മുടെ ഇടിച്ചു പിഴിഞ്ഞ നീരുകൾ, വെട്ടുമരുന്നുകൾ, ഇടിച്ചു പിഴിഞ്ഞത്, ശതാവേലി, ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പൊ ഈ ഇവിടം കൊണ്ട് ഞങ്ങളുടെ ബാധ്യത തീർന്നു. ഇനി അവര് നോക്കിക്കോളൂ. ഉമ്മമോള് രാവിലെ വേണ്ട നമ്മളെ വെണ്ടയ്ക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തിരുമിനുകുഞ്ഞാന്നരിഞ്ഞത് ഉണ്ട്. അതും എല്ലാം മെഴുക്ക് വരട്ടിയായി. കപ്പ വേണ്ട എല്ലാം അരിഞ്ഞ് റെഡിയാക്കി കുഴയ്ക്കാനുള്ളത് വെച്ചിട്ടുണ്ട്. മാങ്ങ ഇട്ടിട്ട് ഞങ്ങളിപ്പം എത്ര രൂപ പറഞ്ഞ ഈ മാങ്ങയ്ക്ക്? ഒരു മാങ്ങയ്ക്ക് 50 രൂപയോ? 40. ഇങ്ങോട്ട് കാണിച്ചേ. എൻ്റെ പൊന്നമ്മച്ചി, നമ്മുടെ മാവേല് ഇഷ്ടം തീർന്നു. ഞാനിവിടെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നത് തീർന്നു, പക്ഷെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിള്ളേർ വരണം. നമ്മുടെ തളയനെന്ന് പറഞ്ഞ മീനുണ്ടല്ലോ, നിങ്ങളൊക്കെ തളയനെന്നോ ഒക്കെയല്ലേ പറയുന്നത്. ഇന്നലെ മേടിച്ചെല്ലാം ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഇന്നിതാ ഇവനാണ് ഞങ്ങളുടെ ഇന്ന് മാങ്ങ ഇട്ടിട്ട് കറി വയ്ക്കാൻ. എന്താടാ കേൾക്കാൻ വയ്യ. വറ്റൽമുളകുണ്ട് തരാം. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കറി. എന്താ നമ്മുടെ ചുണ്ണാമ്പ് വാള എന്നാണ് ഇവിടെ പറയുന്നത്. ചില നാട്ടിൽ തളയനെന്നോ ഒക്കെയല്ലേ പറയുന്നത്. ഓരോ പേരാണ് ഓരോ നാട്ടിലും ഓരോ പേരുകളാണ്. ഒരേ മീനിന് തന്നെ പല പേരുകളാണ്. നമ്മുടെ അടുപ്പിൽ തീയൊക്കെ പറ്റിച്ചിട്ടുണ്ട്. ചട്ടിയൊക്കെ കത്തിച്ചു, എണ്ണയൊഴിച്ചു. തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
വരുന്നേ. എള്ളാട്ടിയ എണ്ണയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ചുമ്മാ കണ്ടമാനം കോരി വാരി ഒഴിക്കാനൊന്നും പറ്റത്തില്ല. ഇതിനെല്ലാം കൃത്യമായ കണക്കുണ്ട്. 1 കിലോയ്ക്ക് ഇത്ര, 100 കിലോയ്ക്ക് ഇത്ര, ഇങ്ങനെ കണക്കുണ്ട്. ഒഴിയടാ. ഇവിടെ വെളുത്തുള്ളി അരച്ചത് ഇവിടെ ഉമ്മമോള് കൊണ്ടുവന്ന് ഒഴിക്കുക. എന്താ അരച്ചത് മിക്സ് ചെയ്യാതെ കേട്ടോ. കേട്ടോ ഉമ്മയെല്ലാം അരച്ചത് മിക്സ് ചെയ്യണം. എന്നുണ്ട്. അതെ, ഉമ്മമോളല്ല അരച്ചത്, മിക്സ് ചെയ്യണം. ഞങ്ങൾക്ക് വഴക്കില്ല അല്ലയോ അമ്മേ? അതെ. ഇനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു ദിവസം ഇതുപോലെ വണ്ണത്തിലൊന്നും കാര്യമില്ലെന്ന് പറയാം. ഉമയെ കണ്ടോ ഉമയെ നിന്നെ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞില്ലേ? നമ്മളിവിടെ ഒരു ദിവസേ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അച്ചാൻ്റെ കാര്യം പറഞ്ഞു. അച്ചാന് ഫുഡ് കഴിക്കാത്ത കാര്യം, വണ്ണത്തിലൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വണ്ണ വയ്ക്കായിരുന്നുകൊണ്ട് അവിടെ പറഞ്ഞേ, ഉമയെ കേട്ടോ ഉമ, ഇത് ഉമയെ ഉദ്ദേശിച്ച് തന്നെ. നമുക്കങ്ങനൊന്നും ഇല്ല അല്ലേ? കപ്പ അടുപ്പയിലായി ഉണ്ടോ. രാവിലെ പുള്ളിക്കാരത്തേക്ക് ജോലികളെല്ലാം ഒതുക്കണം. 2 മാങ്ങയും ചെത്തി വെച്ചിരിക്കുക ആ മീൻകറിക്കകത്തിടാൻ വേണ്ടിയിട്ട്. ഇതെന്താ ഇങ്ങനെയൊക്കെ ചെത്തി വെച്ചിരിക്കുന്നത്? ഞാനും കൂടി പുട്ട് തിന്നട്ടെ. പപ്പ കഴിച്ചിട്ട് വെച്ചതാ, അതിലോട്ട് കുറച്ച് പുട്ട് ഞാൻ എടുക്കുക. എളുപ്പം ജോലി തീരും. ഞാൻ മാവ് നമ്മൾ പിന്നെ ഇച്ചിരി വെള്ളം വെച്ച് വെട്ടി തിളപ്പിച്ചിട്ട് പൊടി അതിലേക്കിട്ട് നന്നായിട്ട് നമ്മൾ വാട്ടിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെയാണ് നമ്മുടെ പുട്ട്. എന്താ കൈ മൊത്തം കറയാ, എന്ത് ചെയ്യാൻ. ഇത് കഴിഞ്ഞേച്ച് നമുക്കെല്ലാം റെഡിയാക്കാം. അപ്പം ഞാനും ഇച്ചിരി പുട്ട് കഴിക്കുക കേട്ടോ. അപ്പം പുട്ടും പഴവും ഉണ്ട്, ഏത്തക്കായും ഉണ്ട്. പഴവും ഉണ്ട്. ഞാൻ എന്തായാലും നല്ല പഴുത്ത് കനിഞ്ഞ കായ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. രാവിലെ തടി പാലം പോലെ വരട്ടെ, ഇല്ലയോ അമ്മേ? തടി പാലം പോലെ വരട്ടെ രാവിലെ. ഇവരൊക്കെ കഴിക്കുമ്പോൾ നമ്മളും അങ്ങ് കഴിക്കും. സാധാരണ രാവിലെ കഴിക്കുന്നതല്ല. ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉത്സാഹം. സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ എന്ത് രസമാണ്, സത്യമാണ്. അപ്പം അവർ ഉള്ളത് കൊണ്ട് പപ്പായും രാവിലെ അങ്ങ് കഴിക്കുന്നു, ഞാനും കഴിക്കുന്നു. രാവിലെ നമ്മുടെ കപ്പയും തേണ്ട ഉമ്മമോള് കുഴച്ച് റെഡിയാക്കി കണ്ടോ. ഇനി ഞങ്ങൾക്ക് കുറച്ച് കപ്പയേ ഉള്ളൂ, കാരണം ഇന്നലെ രാത്രി നമ്മൾ കുറച്ച് പുഴുങ്ങി. അതോ ഇത് മതി ധാരാളം, ഇല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഞാൻ പറഞ്ഞേ ഇത് വരുമ്പോഴേ ഈ വേദനയ്ക്ക് പറഞ്ഞ ഒരു സ്പ്രേ സ്പ്രേ പറയാം ഞാൻ സുലുവിൻ്റെ അടുക്ക പറയാം. അവരും ചോദിച്ചിട്ടുണ്ട്, അവർക്ക് ചെറുക്കനെ ശരീരവേദനയാ. അച്ഛാ മൂവിന്റെ സ്പ്രേ ഉണ്ടോ? സ്പ്രേ ഉണ്ടോ? അത് ശരി. കമ്പി വെച്ചിട്ട് റെഡിയാക്കുക. ഞാനൊരൊറ്റ പിടി പിടിക്കുക അങ്ങ്. എങ്ങനെ നമ്മുടെ പിച്ചാത്തി ഉണ്ടല്ലോ, പിച്ചാത്തിക്ക് കശാന്ന് 2-3 പിടി അങ്ങ് പിടിക്കുമ്പോൾ റെഡിയാവും. പക്ഷെ ഉമ്മ താണ്ട നല്ല അടിപൊളിയായിട്ട് വെളുപ്പിക്കുന്ന കമ്പിയുടെ ഒരു പീസ് ഉണ്ട്. ആ തണുത്ത വെള്ളം ഞങ്ങൾ വെക്കത്തില്ല, ഐസിട്ട് വെള്ളം തരാം വേണം. ഉണ്ടോ നമ്മുടെ മീൻ കറി അടുപ്പയിലായി, മാങ്ങായും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട്. അച്ചാൻകൂട്ടൻ ഇന്ന് കൊച്ചി ചെറുക്കനായിട്ടാണ് വന്നിരിക്കുന്നത്. നോക്ക് അടിപൊളി സ്റ്റാർ എല്ലാം എണ്ണോ. അതെ നോക്ക, അടുത്ത ആള് അങ്ങോട്ടും കൂടെ നോക്ക്. അവിടെ നമ്മുടെ ഇരട്ടക്കണ്ണയും കൂടെ ഒന്ന് നോക്കിയേരെ, എല്ലാം പൊട്ടിയിട്ട് വന്നിരിക്കുക. യോ അച്ഛൻ്റെ മോന്, ഇളയ മോന് നമ്മുടെ ഷിയാസിന്റെ ഒക്കെ എത്രയേ ഉള്ളൂ ആണല്ലേ.
ഫൈനൽ സ്റ്റേജ് എത്തുകയാണ്. ദൂരോട്ട് പറയുമെന്ന് പറയാനോ നില്ലെങ്കിൽ കുത്തു കിട്ടുമോ? ഉന്മേഷത്തോടു കൂടിയാണ്. പിന്നല്ല ഇങ്ങനെ കറക്കുന്നില്ലേ ചക്കില് തേങ്ങ ആട്ടുന്നല്ലേ? അച്ഛാ ഒരിച്ചിരി ഒന്ന് കോരി ഇങ്ങനെ ഒന്ന് പൊക്കിക്കച്ചാ. ചുക്കൂടെ വരട്ടെ, ശകലം കൂടെ. ഓ വരുന്നു ഉമേ. ആ ചൂട് തീരുന്നത് വരെ. ആ അതെ ഇരിക്കട്ടെ. എണ്ണ തെളിഞ്ഞില്ലേ അച്ഛാ? ഇല്ല. ആ അപ്പം ഇച്ചിരി കൂടെ വരട്ടെ. അല്ല ശകലം കൂടെ വരണം, ഇച്ചിരി കൂടെ വരണം. ഇച്ചിരി കൂടെ ആവും ഇച്ചിരി കൂടെ വരണം. ശകലം കൂടെ വരണം. വേണ്ട, തീ ഇത്രയും മതി. ആ നല്ല ചൂടുണ്ട് ഇല്ലേ അച്ഛാ? നല്ല ചൂടുണ്ട്. ആ ചൂട് തീരുന്നവരെ കുറച്ച് സമയം കൂടി ഇരുന്നു. നമ്മുടെ ഉമ്മക്കുട്ടി നിറച്ച തേങ്ങ ഒക്കെ തിരുമ്മി ഒരാഴ്ചത്തേക്കുള്ള തേങ്ങയാണ് കേട്ടോ. എല്ലാം തിരുമ്മി റെഡിയാക്കി തിരികെ എല്ലാം തന്നു. ഇനി നമ്മളത് ഒരു പാത്രത്തിൻ്റെ അകത്താക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. ഫസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ ഇളക്കി മറിക്കാൻ ഇച്ചിരി പാടാ. ഉണ്ടോ? ഇത് കഴിക്കുന്ന കേട്ടോ, പപ്പ കഴിക്കുന്ന കേട്ടോ. ഇത് കഴിക്കുന്നവരെ അറിയുന്നുണ്ടോ എന്തോ ഒരു ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇത് ഇളക്കി മറിക്കാൻ ഭയങ്കര പാടാ. നിങ്ങൾക്കറിയണോ? നമ്മള് പോരാനായിട്ട് ഒരുങ്ങുകയാണ് സുഹൃത്തുക്കളെ. എന്നാ ചെയ്തങ്ങ് കൊടുത്തേ. എന്നാച്ചാ അടുക്ക ചോദ്യം നീ വേണ്ട സൈഡൊക്കെ നല്ല അടുത്ത് ഇളക്കിക്കോ. നടക്കും കൂടെ കോര്. അത് കുഴപ്പമില്ല, പേടിക്കണ്ട. എന്നുവച്ചാ ചട്ടുവൻ ചരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി തന്നെ എന്താ ഒരു പൊടിക്ക് പോലും പിടിച്ചില്ല. 3-3:30 അങ്ങറ്റം പോയ 4 മണിക്കൂറത്തെ പെടാപ്പാട് 18 പെട്ടിട്ടാണ് ഇത് ഈ കൂട്ടായിട്ട് മാറിയിരിക്കുന്നത്. അതിന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പാകം കൊണ്ട് ആ പാകത്തിൽ ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അത് പോയി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി അതെല്ലാം തണുക്കാനായിട്ട് നമ്മൾ ഫാനും ഒക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. 2 ദിവസം ഫുള്ളിരുന്ന് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കുപ്പിയിലേക്ക് ആക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവി വെള്ളം പോലും വീഴാതെയാണ് നമ്മളിത് തണുപ്പിച്ചെടുക്കുന്നത്. അത്രമാത്രം സൂക്ഷ്മതയോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ഇതിൽ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നതല്ല. ഇത് കേടാകാതിരിക്കാനുള്ള യാതൊരു കെമിക്കലുകളും ഇല്ല. അപ്പോൾ എന്നും പതിവ് പോലെ നമ്മുടെ കപ്പ കുഴച്ചത് ഇച്ചിരി ക്രഷ്ഡ് ചില്ലിയൊക്കെ ചതച്ച മുളകൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അവിടെ ചുണ്ണാമ്പ് വാള, അതായത് എന്താ പറയുന്നത് നിങ്ങളുടെ ഒക്കെ നാട്ടിൽ, നമ്മുടെ മാങ്ങ ഇട്ട് കറി വെച്ച നമ്മുടെ ചുണ്ണാമ്പ് വാള, നെത്തോലി പറ്റിച്ചത്, വാള വറുത്തത്, നമ്മുടെ ഉമാ സ്പെഷ്യൽ വെണ്ടയ്ക്ക കുഞ്ഞു അരിഞ്ഞതാണേ, ചോറ്. അപ്പോൾ നമ്മുടെ രായനും അച്ചായനും എല്ലാവരും ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ, നമ്മുടെ ഉമയുടെ സ്പെഷ്യൽ
വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. അപ്പൊ വരൂ കുട്ടികളെ, ചായ. അച്ചായൻ, രാജൻ എല്ലാരും വരൂ. കറക്കൊക്കെ ഉണ്ട്. ഒരു ചാക്കിൻ്റെ അകത്തേ ഉള്ളന്ന് തൊണ്ട്, ബാക്കി തീർന്ന്. നിങ്ങൾ വന്ന് വല്ലതും കഴിക്കും മക്കളെ. ഇപ്പോഴും ഒരു ചാക്ക് എടുത്തുകൊണ്ട് പോവാ. എല്ലാ പ്രാവശ്യവും ഓരോ ചാക്ക് കൊണ്ടുപോകും പുള്ളിക്കാരൻ. 500 ഇപ്പൊ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ 300 വൈകിട്ട് അടിക്കാനുണ്ടല്ലോ ഇല്ലേ? ഞാൻ ശരിയാക്കി തരുന്നുണ്ടോ? നമ്പർ ഇറക്കി ആദ്യമേ ഇറക്കി പൈസ കൊടുക്കാൻ വേണ്ടിട്ടാ കേട്ടോ. മനസ്സിലായില്ലേ? കൊണ്ട് വേണ്ട. കറി എങ്ങനെ ഉണ്ട് രായ? മാങ്ങ ഒക്കെ ഇട്ട് വെച്ച നമ്മുടെ ഉമാ സ്പെഷ്യലാ. അച്ഛൻ ഇച്ചിരി കപ്പ തന്നെ. എന്താ ആണോ? അയ്യോ, ഇവിടെ ഇതില്ലാതെ പറ്റത്തില്ല. ഇവിടെ മധുചേട്ടൻ വരും പാക്കിങ്ങിന്. മധുചേട്ടനും ഇത് നിർബന്ധമാണ്, അതുകൊണ്ട് നമ്മൾ എടുക്കും. പിന്നെന്താ, എന്താ കൈ വയ്യ. ഇവിടെ ചെല്ലം പോവുകയാണ്. ചെല്ലം ഞാൻ വിളിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ സംഭവ ബഹുലമായ ഒരു ദിവസത്തെ പര്യവസാനമാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.